ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 92ന്റെ റിവ്യൂ ആണ്. ബിഗ് ബോസിന് ഒരു വലിയ പ്രശ്നമുണ്ട്. വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ ഔട്ടായി പോകും. സിജോ പുറത്തായി. അത് അൺഫെയർ ആണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്. ഒരു പോൾ ഇട്ട് കഴിഞ്ഞാലും അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ നോക്കിയാലും സിജോയുടെ ഒരു ഫാൻസ് അല്ലെങ്കിൽ സിജോയുടെ ഗെയിമിനെ കുറിച്ചിട്ട് പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സിജോ വോട്ട് കിട്ടി നിലനിൽക്കുന്നത്? ഇപ്പൊ ശ്രീധുവിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീധുവിനെതിരെ ഹെയ്റ്റ് എങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്ടക്കേടുകളുണ്ട്. ഹെയ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇഷ്ടക്കേടുകളുണ്ട്, ഒരു സംസാര വിഷയമാണ്. അതേപോലെ തന്നെ അർജുൻ കോംബോ എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ശ്രീധുവിനും കിട്ടിക്കഴിഞ്ഞാൽ അതെങ്കിലും പറയാനായിട്ടുണ്ട്. ഋഷിക്കാണെന്നുണ്ടെങ്കിൽ അൻസിബയുടെ ഫാൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അഭിഷേകിനും വലിയ കുഴപ്പമില്ലാത്ത സപ്പോർട്ടുണ്ട്. അവരെയും നമുക്ക് ഈ PR ആക്ടിവിറ്റികളിൽ കാണാനായിട്ട് സാധിക്കും. സിജോയ്ക്ക് അങ്ങനെയുള്ള യാതൊരുവിധ സപ്പോർട്ടും വലിയ കാര്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. ഒന്നോ രണ്ടോ ആളുകൾ സിജോയുടെ ഗെയിമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വിമർശനം പറയുന്ന സമയത്ത് വല്ലതും പറഞ്ഞല്ല. ഇത്രയധികം വ്യൂവേഴ്സിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് സിജോയുടെ എവിക്ഷൻ അൺഫെയർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനേക്കാളും നമുക്ക് മികച്ച ഗെയിമേഴ്സ് നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അപ്സരയുടെ ഒക്കെ ഗെയിം ശരിക്കും സിജോയെക്കാളിലും ഒക്കെ ഫാർ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഗബ്രി എന്താ മോശമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എവിക്ഷൻ നടന്ന ആ ഒരു സാഹചര്യത്തിൽ സിജോയുടെ ഈ ഒരു ഘട്ടത്തിലുള്ള പുറത്തുപോക്ക് എന്ന് പറയുന്നത് ഒട്ടും അൺഫെയർ ആയിട്ടൊന്നും തോന്നില്ല. സിജോ അവസാനം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്റെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സിജോ ഒരു തെറ്റും ചെയ്തില്ല. സിജോ ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഒരു ഇടക്കാലത്ത് തിരിച്ചു വന്ന സമയത്ത് വലിയ പ്രതീക്ഷയോടെ, ഇവിടെയുള്ള ടോപ്പ് ഗെയിമേഴ്സിന്റെ മോശം ക്വാളിറ്റി ഗെയിമിനെതിരെ വലിയ പ്രതീക്ഷയോടെ ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് സിജോ. പക്ഷെ സിജോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സിജോയ്ക്ക് ഒരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ പറയാമെന്നുള്ളത് സിജോയിലുള്ള നമ്മളുടെ പ്രതീക്ഷയാണ്. സിജോ ആർക്കെങ്കിലും എതിരെ ഗെയിം കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അത് ജിൻഡോയ്ക്കെതിരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. എന്നാൽ സിജോ അത് കളിച്ചില്ല. സായിയുമായിട്ട് ചേർന്നിട്ട് ഗെയിം ഡൗൺ ആക്കി മുന്നോട്ടേക്ക് പോയി. നന്ദനയുടെ കൂടെ ഒരു സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഒതുങ്ങിപ്പോയി. ഇപ്പൊ ജാസ്മിനെതിരെ കളിച്ചു കഴിഞ്ഞാൽ പോലും കുറച്ച് ആളുകളെങ്കിലും സിജോയെ ശ്രദ്ധിച്ചേനെ. പക്ഷെ ആ ഒരു ഗെയിമിൽ പോലും സിജോ അത്രയധികം ഫോക്കസ്ഡ് അല്ല. പിന്നെ സിജോ ഒരു വലിയ എതിരാളിയായിട്ട് തെരഞ്ഞെടുത്തത് നോറയാണ്. അപ്പൊ അതൊന്നും സിജോയുടെ ഗെയിമിനെ സഹായിക്കുന്ന തരത്തിലേക്ക് ആയിരുന്നില്ല. സിജോ ഒരു ടോപ്പ് ഗെയിമർ എന്നുള്ള രീതിയിൽ ആളുകൾ കണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ ടോപ്പ് ഗെയിമേഴ്സുമായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു വേണ്ടത്. അതില്ലാതെ സിജോ എങ്ങനെയാണ് ആളുകളുടെ ഉള്ളിലേക്ക് ഇടം പിടിക്കുക? സിജോയൊക്കെ ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്തിട്ടാണ് അഭിഷേക് പോയത്. അഭിഷേകൊക്കെ വെറുതെ അടിച്ചിട്ട് പോയതാണ്. അഭിഷേകൊന്നും അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള ഗെയിമൊന്നും കളിച്ചിട്ടൊന്നുമില്ല, വെറുതെ അടിച്ചിട്ട് പോയതാണ്. അത് സിജോയുടെയൊക്കെ ഗെയിം ഡൗൺ ആയതുകൊണ്ട് മാത്രം കയറിപ്പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ് അഭിഷേക്. അല്ലാതെ അഭിഷേക് എന്ത് ചെയ്തിട്ടാണ്? ഋഷിക്ക് ഓക്കെ, നമുക്കറിയാം, ഋഷി സീരിയലിലൊക്കെ ഉണ്ട്, ആളുകൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അൻസിബയുടെ ഫാൻസ് കുറേ അധികം ആൾക്കാർ ആരെ സപ്പോർട്ട് ചെയ്യാനെല്ലാം നടപ്പുണ്ട്. അവർ കുറച്ച് ആൾക്കാർ എനിക്ക് തോന്നുന്നു ജിൻഡോയുടെ കൂടെ ചേർന്നാണ്. എന്നാലും ഋഷിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് അത്രത്തോളം അൺഫെയർ കമന്റുകളോട് ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ ഒരു വളരെ പരിമിതമായിട്ടുള്ള ഒരു ഗെയിം അനാലിസിസിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. എപ്പിസോഡ് 92ന്റെ റിവ്യൂ ആണ്. മുത്തശ്ശി കഥകളുടെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളൊക്കെ ആയവരൊക്കെയാണ് ലലട്ടൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചത്തെ നാട്ടുരാജാവ് ടാസ്ക്കാണ് ഇന്ന് ആദ്യമായിട്ട് അവിടെ ഒരു ഡിസ്കഷന് വേണ്ടി എടുത്തത്. അതിനോടൊപ്പം സിജോയ്ക്ക് ബർത്ത്ഡേ വിഷസൊക്കെ ലാലേട്ടൻ നേരുന്നുണ്ട്. ഒരു കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ട്. സിജോയുടെ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ ആശംസകൾ നേരുന്നുണ്ട്. നല്ല ഒരു ബർത്ത്ഡേ ദിനം തന്നെയായിരുന്നു. പക്ഷേ എവിക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഇന്നലെ റിസൾട്ട് പെൻഡിങ് ആയി. ഇന്ന് സേവ് ആകുന്ന സമയത്ത് അത് ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു സമ്മാനമായിട്ട് കരുതാനായിരുന്നു സിജോ വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. നാട്ടുരാജാവ് ആയി മാറിയ ആൾക്കാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സായി, സിജോ, ജാസ്മിൻ, ജിൻഡോ എന്നിവരാണ് നാട്ടുരാജാവാൻ അവസരം കിട്ടിയ ആളുകൾ. സിജോ പറയുന്നത് ടാസ്ക് കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. നേരത്തെ വന്നായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് തല്ലും പിടി അലമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ വരാത്തത് കൊണ്ടും താമസിച്ച് പോയത് കൊണ്ടും ഞങ്ങളിത് കുറച്ച് ഫൺ മൂഡ് പിടിക്കാനായിട്ടാണ് ആഗ്രഹിച്ചത്. ജാസ്മിൻ പറയുന്നുണ്ട്, ജിൻഡോയുടെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു, എന്നാൽ ഫൺ മൂഡ് പിടിക്കുന്നതിനോട് എനിക്ക് ചില വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ജാസ്മിൻ രാജാവായി മാറിയ സമയത്ത് ആളുകളുടെ മുഖം മാറിയതൊക്കെ ജാസ്മിൻ ശ്രദ്ധിച്ചിരുന്നു. കുറച്ച് സീരിയസ് ആക്കാൻ നോക്കി, പക്ഷേ അത്ര നൈസായിട്ട് വന്നില്ല. ചെങ്കോൽ പിടിച്ചു വാങ്ങിയതിനെ കുറിച്ചിട്ടും മാല ഊരിക്കൊടുത്തതിനെ കുറിച്ചിട്ടൊക്കെ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട്. ഋഷി ഈ ഒരു സമയത്തൊക്കെ അസഹിഷ്ണുത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയാണല്ലോ, ഋഷിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ പറയുന്ന സമയത്ത് അസഹിഷ്ണുത കാണിക്കും. ജാസ്മിന്റെ കയ്യിൽ പ്രത്യേകിച്ച് പോയിന്റ് ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഋഷി പറഞ്ഞത് പോയിന്റാണ്. രാജാവ് ഇത്തിരി കണിശക്കാരനായിട്ട് കാര്യമായിട്ട് പെരുമാറാൻ തുടങ്ങുന്ന സമയത്ത്, അങ്ങനെ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആഫ്റ്റർ എഫക്ട്സും എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിവിടെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ജാസ്മിന് പ്രത്യേകിച്ച് പോയിന്റും കാര്യങ്ങളൊന്നും ഇല്ല. ജിൻഡോയുടെ ഗെയിമിനെ കുറിച്ചിട്ട് ജിൻഡോ പറയുകയാണ്, ഒന്നും പറയാനില്ല, അടിപൊളി, നല്ല രസമായിട്ടുള്ള ഒരു ഗെയിം പ്ലാനിങ് ആയിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത്. പുള്ളി എന്ത് ചെയ്തു? പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെ അധികാരങ്ങളൊന്നും താല്പര്യമില്ല. പുള്ളി അന്ന് അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് പ്രായമൊക്കെ ആയി,
ഞാനിത് നിങ്ങൾക്ക് തന്നേക്കാം, എൻ്റെ അധികാരങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നേക്കാം, പക്ഷെ വെറുതെ ഞാൻ തരത്തില്ല, നിങ്ങൾ ഓരോ മത്സരങ്ങളിലൊക്കെ ജയിക്കണം. അങ്ങനെ പുള്ളി കുറേ മത്സരമൊക്കെ സെറ്റ് ചെയ്തു. ആ ഒരു ടാസ്ക് ഏറ്റവും എൻഗേജിങ് ആക്കിയത് പുള്ളിയാണ്. അപ്പോൾ അങ്ങനെ മത്സരങ്ങൾ കൊടുത്തതുകൊണ്ട് ഡയറക്റ്റ് ഉള്ള ഒരു അറ്റാക്ക് പുള്ളി അങ്ങോട്ട് അവോയ്ഡ് ചെയ്തു. മത്സരങ്ങൾ കൊടുത്തതുകൊണ്ട് അത് വാങ്ങിയെടുക്കാനായിട്ടുള്ള വഴികളുണ്ടല്ലോ, പിടിച്ചു വാങ്ങുന്ന പരിപാടിയിൽ നിന്ന് പുള്ളി വിട്ടുനിന്നു. അതേപോലെ പുള്ളി അന്ന് ആ ഒരു ടാസ്കിനിടയിൽ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്ന് അകലത്തിൽ മാറി നിന്നു, ഒരു കൈയകലത്തിൽ മാറി നിന്നു, അങ്ങനെയൊക്കെ പുള്ളി അത് പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഗെയിം പ്ലാന് ഇവിടെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് തന്നെ ജാസ്മിനും ചെയ്താൽ മതിയായിരുന്നു. ജാസ്മിൻ ഇവിടെ പറയുന്നതൊക്കെ വെറും പരാതികളാണ്. അഭിഷേകും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ജാസ്മിന് ടൈം കൂടുതൽ കൊടുത്തു, സിജോയ്ക്കൊന്നും അധികം ടൈം കൊടുത്തില്ല, പിടിച്ച് വാങ്ങുകയാണ് ചെയ്തത്. ഫണ്ണായിട്ട് എടുക്കാനായിട്ട് ജാസ്മിന് പറ്റിയിട്ടില്ല. ജാസ്മിൻ ഏകദേശം അദ്ദേഹത്തിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ശ്രീതുവും അന്ന് തള്ളി പറഞ്ഞതൊക്കെ ജാസ്മിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചൊരു സംഗതിയാണ്. ശ്രീതുവും പറഞ്ഞു ഈ ഒരു ഗെയിമിൽ ജാസ്മിൻ ഗെയിം അറിയാതെ ഒരു തരത്തിൽ ഗെയിം വിട്ടുകൊടുത്തു. മുന്നേ ഒന്നും അങ്ങനെ വിട്ടുകൊടുക്കുന്ന ജാസ്മിനെ കണ്ടിട്ടില്ല. ഇതിപ്പം മാല കൊടുത്തു, അങ്ങനെ കൊടുത്തു, ഇങ്ങനെ ചെയ്തു. അത് പുള്ളിക്കാരി ഭയങ്കര ഇമോഷണലായി പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അർജുൻ പറയുന്നു ജിൻഡോ റൂളർ അല്ലായിരുന്നു, ഫൺ മൂഡായിരുന്നു. ഈ പഞ്ചായത്തിലൊക്കെ ഓണാഘോഷങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു ചേട്ടനെ പോലെ ജിൻഡോ പെരുമാറി. അതിനുശേഷം പരകായ പ്രവേശം ടാസ്കിനെ കുറിച്ചിട്ടായിരുന്നു. ജിൻഡോ ജാസ്മിനായിട്ടാണ് അവിടെ പരകായ പ്രവേശം നടത്തിയത്. ജാസ്മിനാണത് എന്ന് തോന്നിയില്ല. ചില കാര്യങ്ങൾ ജിൻഡോ എടുത്തിട്ടു, കാലാട്ടുന്ന കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലാതെ ജാസ്മിനായിട്ട് ചെയ്തത് പ്രേക്ഷകർക്കും അത്ര വലിയ നൈസായിട്ട് തോന്നിയില്ല. അർജുൻ്റെ നോറ പരകായ പ്രവേശം പ്രേക്ഷകർക്കും അതേപോലെ തന്നെ ലാലേട്ടനും കണ്ടസ്റ്റൻസിനും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. സിജോ ശ്രീതുവായിട്ടാണ് പരകായ പ്രവേശം നടത്തിയത്. ചിലതൊക്കെ ഓക്കെ ആയിട്ട് ശ്രീതുവിന് തോന്നി. അവസാനം നോക്കിയപ്പോഴത്തേന് ക്യൂട്ടാണല്ലോ എന്നുള്ള ഒരു തോന്നലും ഉണ്ടായി. ഋഷി ജിൻഡോ ആയിട്ടാണ് പരകായ പ്രവേശം നടത്തിയത്, നന്നായിട്ട് ചെയ്തു. ജിൻഡോയ്ക്ക് അത് ഓക്കെയാണ്. അഭിഷേക് ഋഷി ആയിട്ടാണ് ചെയ്തത്. അഭിഷേക് ഋഷിയെ ഒരു 90% അവതരിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഋഷിയുടെ ആ ഒരു പൊട്ടിത്തെറിക്കലും കാര്യങ്ങളൊക്കെ അഭിഷേക് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അർജുനായിരുന്നു എല്ലാം കൂടെ നോക്കുമ്പോൾ ബെസ്റ്റ്. അർജുൻ്റെ ആ ഒരു പരകായ പ്രവേശം ടാസ്ക് വീണ്ടും അവിടെ സ്ക്രീനിൽ കാണിക്കുകയാണ്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നത് നോറയായിട്ട് കൺഫെഷൻ റൂമിൽ പോയതായിരുന്നു. അത് എക്സാക്റ്റ് ആയിരുന്നു. കണ്ടസ്റ്റൻസ് ഇപ്പോഴാണ് അത് കാണുന്നത്, അവർ ശരിക്കും മാർത്ത് ചിരിക്കുകയാണ്. അടിപൊളി തന്നെയായിരുന്നു. ഇതിനുശേഷം ബിഗ് ബോസിന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ലാലേട്ടൻ സിനിമാ ജീവിതത്തിലെ ആ ഒരു പരകായ പ്രവേശത്തെ കുറിച്ചിട്ട് പറയുകയാണ്. ലാലേട്ടൻ പറഞ്ഞ സമയത്താണ് ഞാൻ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിച്ചത്. നമ്മൾ വിചാരിക്കുന്നത് ഇവരൊരു ക്യാരക്ടറിലേക്ക് അങ്ങോട്ട് കയറും, ഭയങ്കര ഈസിയാണ് അവരെ പോലുള്ള ആളുകൾക്ക്. പക്ഷെ അവരത് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് എന്തോരം എഫേർട്ടുള്ള പരിപാടിയാണ്. സീൻ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ പല സീനുകൾ കോർത്തിണക്കിയ ഒരു സിനിമ കാണുമ്പോൾ ഒരാളുടെ ലൈഫ് ഇങ്ങനെ കയറി പ്രശ്നങ്ങളിലൂടെ പോയി അത് അവസാനിച്ച് ഇങ്ങനെ പോകുന്നതാണല്ലോ. പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പം ഇവർക്ക് അഭിനയിക്കേണ്ടി വരിക ക്ലൈമാക്സ് ആയിരിക്കും ആദ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിൻ്റെ നമ്മൾ ഈ പറയുന്ന പൂർണ്ണത നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതിലെ ഒരു മെഡിറ്റേറ്റിംഗ് ഒരു ടൈമിനെ കുറിച്ചിട്ടൊക്കെ ലാലേട്ടൻ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പുള്ളി പറഞ്ഞ ഒരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഒരു ക്യാരക്ടറിലേക്ക് പോകുന്ന സമയത്ത് ഒറിജിനൽ ആള് അദൃശ്യനാവുന്ന ഒരു പരിപാടി ശരിയാണ് കേട്ടോ. അത് ഭയങ്കര മാജിക്കലാണ്. ഇപ്പോൾ ലാലേട്ടൻ ഒരു ക്യാരക്ടറിലേക്ക് പോകുന്ന സമയത്ത് കുറേ സമയത്തേക്ക് ലാലേട്ടൻ ഇല്ല, ലാലേട്ടനെ ഭൂമിയിൽ നിന്ന് അദൃശ്യനാക്കി മാറ്റി. രസമുണ്ടായിരുന്നു. ആൾ ഭയങ്കര ഫിലോസഫിക്കലായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രസമാണ് പുള്ളിയുടെ ചില ഇൻ്റർവ്യൂ ഒക്കെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇതിനുശേഷം മറ്റേ ജീത്തു ജോസഫും ആൻ്റണി പെരുമ്പാവൂരും കൂടെ വന്ന ഓഡിഷനെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനമായിരുന്നു. ജിൻഡോയോടാണ് ലാലേട്ടൻ ചോദിച്ചത്. ജിൻഡോയ്ക്ക് ഒരു ഐഡിയ ഇല്ല, ജിൻഡോ മറന്നുപോയി ഓഡിഷനെ കുറിച്ചിട്ട്. അയ്യോ ഞാൻ പേടിച്ച് ഇപ്പം തന്നെ വീഡിയോസ് വരുമായിരിക്കും എന്നുള്ളത്. കണ്ടോ തെളിവുകൾ പുറത്തു വിടുന്നു, ജിൻഡോയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുന്നു, ജിൻഡോ എല്ലാം മറന്നു പോയിരിക്കുന്നു, കഴിഞ്ഞ ആഴ്ച മറ്റേ മയക്കോടി വെച്ചിട്ട് മയക്കിയതുകൊണ്ടാണ് ജിൻഡോ ഗെയിം കളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ജിൻഡോ ഫാൻസ് വിളികളെല്ലാം കൂടെ ഇല്ല കറക്കി തിരിഞ്ഞ് നടപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അമാര് തെളിവ് പുറത്തു വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിടും. അപ്പോഴത്തേന് സിബിൻ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു മറ്റേ ഇൻ്റർവ്യൂ ചാനലിനകത്ത് കയറി ഇരുന്നിട്ട് ഇതേ ഫീൽ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നോട് ആദ്യം പറഞ്ഞത് ജിൻഡോയ്ക്കെതിരെ ഗെയിം കളിക്കാൻ വേണ്ടിയാണ്, ജിൻഡോയ്ക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ ചുമ്മാ അങ്ങ് അടിച്ചു വിടും. വേറെ പണിയൊന്നുമില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ സീസൺ കഴിയുമ്പോഴത്തേന് പിന്നെ ഇതെല്ലാം മിസ് ചെയ്യുമല്ലോ സോഷ്യൽ മീഡിയ ലോകം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ജാസ്മിൻ ജിൻഡോ പെർഫോമൻസിനെ കുറിച്ചിട്ട് തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ആരും ആൻ്റണി പെരുമ്പാവൂരും ജീത്തു ജോസഫും ആണെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ആ ഒരു പെർഫോമൻസ് ഒക്കെ നന്നായത്. അത് പല ആൾക്കാർ സമ്മതിക്കുന്നുണ്ട്, ജിൻഡോ സമ്മതിക്കുന്നുണ്ട്. അവരായിരുന്നു എന്നറിഞ്ഞായിരുന്നെങ്കിൽ കുളമായാനും. ശ്രീതു അർജുൻ്റെ ആ ഒരു മറ്റേ സ്കിറ്റ് ഉണ്ടായിരുന്നല്ലോ, തേപ്പ് സ്കിറ്റ്, ലാലേട്ടൻ ഇങ്ങനെ കാണിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അത് ശ്രീതു ചെയ്തിട്ടുള്ളത് കൊണ്ട് ശ്രീതുവിന് അറിയാമെന്നുള്ളത്. എന്താണ് ഉദ്ദേശം എന്നുള്ളത് അറിയില്ല. ജാസ്മിന് അഭിനയിക്കാൻ ഇഷ്ടമാണ്, നിർബന്ധിച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാം എന്നുള്ള ഒരു മൂഡാണ്.
ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും പഴയ പോലെ അഭിനയിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവരുടെ മുൻപിൽ ഇങ്ങനെ സ്ക്രീൻ സ്പേസ് കിടക്കുകയാണ്. സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള സിനിമയ്ക്ക് ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. സിനിമയൊക്കെ പലപ്പോഴും തിയേറ്ററിലൊന്നും ഇല്ല, ഷോ തന്നെ ഇല്ല. അതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്നത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെയാണ്. ശ്രീതു ആ ഒരു ഡയലോഗ്സ് അവിടെ ചെന്ന് ഉണ്ടാക്കി പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അഭിഷേക്, സിജോ, ഋഷി എന്നിവരുടെ നല്ല പെർഫോമൻസിനെ കുറിച്ചിട്ടും ലാലേട്ടൻ പറയുന്നുണ്ട്. ജിൻഡോ അതിനുശേഷം ഒരു റിങ് കാണിക്കുന്നുണ്ട്. ആ ഒരു റിങ് എന്ന് പറയുന്നത് ബിഗ് ബോസിന് ശേഷം അപ്പ കല്യാണം എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് പുള്ളി കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ജിൻഡോയുടെ കമുകയാണെന്ന് കണ്ടൊക്കെ പറഞ്ഞിട്ട് തമ്പനയിൽ കണ്ടാണ്, എനിക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു. ഏതൊരു ഷോർട്സിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടിരുന്നു. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. ഇനി അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരെ പോയി ആക്രമിക്കാൻ നിൽക്കല്ലേ. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടതാണ് ജിൻഡോ ഫാൻസ് ഒരു ലോഡ് എണ്ണം അവിടെ പോയിട്ട് ഞങ്ങളുടെ ജിൻഡോപ്പനെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കണത്. അതൊക്കെ അവർ തീരുമാനിച്ചോളും. ഇതിന് ശേഷം മറ്റൊരു ഫൺ ടാസ്ക് ആയിരുന്നു. ലാലേട്ടൻ പറയുന്ന വേർഡിനോട് മാച്ച് ചെയ്യുന്ന ആളെ കണ്ടസ്റ്റൻസ് പറയണം. ചൂണ്ട ആരാണ്? സിജോ പറയുന്നു ജിൻഡോ. രാവിലെ തന്നെ ഇങ്ങനെ ആർക്കെതിരെ ചൂണ്ടയിടാമെന്ന് ഇങ്ങനെ നോക്കും. ചെറിയ മീനാണ് കൊളുത്തിയത് എന്നുണ്ടെങ്കിൽ, ചെറിയ ആളാണ് കൊളുത്തിയത് എന്നുണ്ടെങ്കിൽ അതിനെ ഇട്ട് വലുതിനെ പിടിക്കും. കുറുക്കൻ ആരാണ് എന്നുള്ളതിൻ്റെ ആൻസർ പറയുന്നത് ജാസ്മിനാണ്. രതീഷ് ഷേട്ടായി ആണ്, രതീഷ് കാക്കയാണ് കുറുക്കൻ. കൗശലക്കാരൻ വയലൻ്റ് ആവുന്നു, എന്നിട്ട് സൈലൻ്റ് ആവുന്നു. ഓന്ത് ആരാണ്? അതിനും ഉത്തരം ജാസ്മിൻ തന്നെയാണ് പറയുന്നത്, ജിൻഡോയാണ്. മിനിറ്റുകളുടെ മുൻപ് പറഞ്ഞ കാര്യം പോലും യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലാതെ മാറ്റി പറയും, നിറം മാറും. ചൊറുജനം ആരാണ്? ഋഷി നോറയെ പറയുന്നു. നോറയുടെ ഏതെങ്കിലും ഒരു കേസിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇടപെടുന്നവൻ പെടും. അഭിഷേക് പറയുന്നത് അർജുൻ കോഴിയാണ് എന്നുള്ളതാണ്. കോഴി ടാസ്കിൽ പെർഫെക്റ്റായി ചെയ്തതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒരു കാരണം കൊണ്ടും അല്ല കേട്ടോ. തൊട്ടാവാടിയായിട്ടുള്ള ഒരാളെ സിജോ പറയുന്നു, അത് ഋഷിയാണ്. ചിക്കൻ പീസ് കിട്ടാത്തതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി. ലാലേട്ടൻ പറഞ്ഞു അത് തൊട്ടാവാടിത്തരം അല്ലല്ലോ, അത് തോന്നിയാസല്ലേ, പിടിവാശിക്കാരനാണ് ഋഷി, അല്ലാതെ അത് തൊട്ടാവാടിത്തരമായിട്ട് എനിക്കും തോന്നുന്നില്ല. വിലമതിക്കാനാവാത്ത മുത്തായിട്ട് ജാസ്മിന് തോന്നുന്നത് ഗബ്രിയാണ്. സിജോയ്ക്ക് ആരാണ് തോന്നുന്നത്? ഋഷിയാണോ? അയ്യോ, തെറ്റിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. സിജോയുടെ കാര്യം തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ഒളിഞ്ഞിരുന്ന് മുറിവേൽപ്പിക്കുന്നവൻ ആരാണ്? സിബിൻ. അർജുൻ പറഞ്ഞത് കേട്ടപ്പോഴത്തേന് എനിക്ക് അർജുനോട് വല്ലാത്തൊരു ബഹുമാനം. അർജുൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ ആണെന്നാണ് അർജുൻ പറയുന്നത്. എങ്ങനെ ഇങ്ങനെ പറ്റുന്നു? അത് തന്നെയല്ലേ സിബിൻ പുറത്തിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിബിന് വേറെ ഒരു പണിയില്ല. സിബിൻ ഒരു ദിവസം എന്നെ ഫോണൊക്കെ വിളിച്ചിട്ട് 1 മണിക്കൂർ കഥയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു സിബിൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വേറെ ഏതോ മോഡിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ഡീസൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മച്ചാനാണെന്നോ. പിന്നീടല്ലേ കണ്ടത് സോഷ്യൽ മീഡിയ ചറ സിബിൻ കണ്ടടത്തൊക്കെ പോയിരുന്നിട്ട് എന്തൊക്കെയോ അവരാതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇതുപോലൊരു മനുഷ്യൻ. അർജുൻ പറയുന്നത് നമ്മളോടൊന്ന് കാണിച്ചിട്ട് പുറമേ പോയി മോശം പറയുന്ന ഒരാളാണ് സിബിൻ എന്ന് തോന്നിയിരുന്നു. കളിമൺ ആരാണ്? ശ്രീതു. ഋഷിയാണ് പറയുന്നത്. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന, സ്വാധീനിക്കപ്പെടുന്ന ആൾ. ഋഷിക്ക് എപ്പോഴും അസഹിഷ്ണുതയുണ്ട്, അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പാണത്. ഇമോഷണലെസ് ആയിട്ടുള്ള, നിർവികാരനായിട്ടുള്ള പാവ ആരാണ്? അഭിഷേക്. സായിയെ പറയുന്നുണ്ട്. ആരും വില കൊടുക്കാത്ത ആൾ ആരാണ്? ഋഷി. അൻസിബയെ പറയുന്നുണ്ട്. അൻസിബയുടെ ആ ഒരു കിച്ചൺ വർക്ക് വിലമതിക്കാനാവാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. നല്ല ഭക്ഷണം ചിരിച്ച് സന്തോഷത്തോടെ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അൻസിബ ഹൗസിൽ ഭംഗിയായിട്ട് ചെയ്തൊരു കാര്യമാണ്. കണ്ടസ്റ്റൻസിൽ പല ആൾക്കാർക്കും അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് പൊക്കി പറയുമെന്നുള്ളതല്ലാതെ ആ ഒരു രീതിയിൽ അവരതിന് വിലമതിച്ചില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഋഷിക്ക് മാത്രമേ അൻസിബയുടെ ആ ഒരു വിലമതിക്കാനാവാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല. ക്യാമറ പോലെ എല്ലാം ഉള്ളിലേക്ക് എടുക്കുന്ന ആൾ ആരാണ്? ഒബ്സർവ് ചെയ്യുന്ന ആൾ ആരാണ്? പൂജയാണ് ജാസ്മിൻ പറയുന്നത്. ഇവിടെയുള്ള എല്ലാവരെയും നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഗെയിമിലേക്ക് വന്നത്. പെട്ടെന്ന് ഒട്ടുന്ന വിട്ടുപോവാത്ത ആൾ ആരാണ്? നന്ദനാണ് എന്ന് അഭിഷേക് പറയുന്നു. അത്രയധികം ഫ്രണ്ട്ഷിപ്പായിരുന്നു തൻ്റെ സഹോദരങ്ങളോട്. വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആൾ ആരാണ്? ജിൻഡോ. ശ്രീരേഖയാണ് പറയുന്നത്. ആർക്കും ഊർജം പകരുന്ന ആൾ ആരാണ്? അർജുൻ സുരേഷേരനെയാണ് പറയുന്നത്. എല്ലാവരുടെയും ചെണ്ട ആരാണ്? സിജോ തന്നെ പറയുന്നു അത് നോറയാണ് എന്നുള്ളത്. റബ്ബർ സ്റ്റാമ്പ് ആരാണ്? യൂസ് ചെയ്ത് കളയുന്ന ആൾ ആരാണ്? നിഷാനയാണ് എന്ന് ശ്രീതു പറയുന്നു. മസാല ആരാണ്? ജിൻഡോ ആണ് എന്നുള്ളത് എല്ലാ ആൾക്കാരും അഭിപ്രായപ്പെടുന്നു. ജാസ്മിനാണ് പറയുന്നത്. എല്ലാത്തിനകത്തും കുറച്ച് പെരുപ്പിച്ചേ പറയത്തുള്ളൂ. കോളേജിൽ മറ്റേ കോളത്തെ പോലീസ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നു. ജിൻഡോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. റേഡിയോ പോലെ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പരത്തുന്നത് ആരാണ്? അഭിഷേക് പറയുന്നു ജിൻഡോയാണ്. ജിൻഡോ അവിടെ ഇവിടെയൊക്കെ പോയി ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പൂച്ച പോലെ ആരും അറിയാതെ കള്ളത്തരം കാണിക്കുന്ന ആൾ ആരാണ്? ജിൻഡോ. റസ്മിനെയാണ് പറയുന്നത്. പൂച്ചയെ പോലെ ഋഷിക്ക് ഫീൽ ചെയ്തത് അഭിഷേകിനാണ്. മറ്റേ പെട്ടി പരിപാടി ഉണ്ടല്ലോ, മണി ബോക്സ്, അത് ഋഷിക്ക് മനസ്സിലായി. അഭിഷേകിൻ്റെ ഒരു കളി ഋഷിക്ക് മനസ്സിലായി.
അപ്പോൾ അത് ഋഷി പറയുന്നുണ്ട്. അവിടെയും പോയി പറയും, ഇവിടെയും വന്ന് പറയും. എന്നിട്ട് ഒരു എൻഡ് റിസൾട്ട് അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിലേക്ക് അവൻ എത്തിച്ചേരും. ഇതിനുശേഷം ഒരു ഫൺ ഗെയിമാണ് സാധനം കയ്യിലുണ്ടോ. മറ്റേ മുട്ടയുടെയൊക്കെ ഒരു പ്രൊമോ വന്നിരുന്നല്ലോ. 2 കണ്ടസ്റ്റൻസ് നിൽക്കുക, ലാലേട്ടൻ ഓരോന്നൊക്കെ പറയും. അപ്പോൾ അതെല്ലാം അനുസരിക്കണം. അനുസരിക്കുന്നതിൻ്റെ ഇടയിൽ മുട്ട എടുക്കാൻ പറയും. അപ്പോഴത്തേന് ചാടി എടുക്കണം. ആരെടുക്കുന്നോ അയാൾ ജയിക്കും. അല്ലാത്ത ആൾ മറ്റേ ആളുടെ പണിഷ്മെൻറ്റിന് വിധേയനായി മാറണം. അപ്പോൾ അതിനകത്ത് ഋഷിക്ക് കിട്ടിയ ഒരു പണിഷ്മെൻറ്റ് പുഴു പോലെ ഇങ്ങനെ പോവുക എന്നുള്ളതായിരുന്നു. അതിലേറ്റവും ഭംഗിയുള്ള പണിഷ്മെൻറ്റ് ജിൻഡോ ആൻഡ് ജാസ്മിൻ്റെ ആയിരുന്നു. ജിൻഡോ മറ്റേ ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുകയാണ്. ജിൻഡോ പറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല, ജോലിയൊക്കെ ഉണ്ടോ, നമുക്ക് നന്നായിട്ട് ജീവിക്കാം, അത്തയുടെയൊക്കെ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. ജാസ്മിനാണെന്നുണ്ടെങ്കിൽ ചാഞ്ചാടുന്ന മനസ്സായതുകൊണ്ട് ജാസ്മിൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള നാണം. ഞാൻ സീസൺ 6 ഇത്രയധികം നാണം ജാസ്മിൻ്റെ മുഖത്ത് കണ്ടിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാലും ജിൻഡോയുടെയും ജാസ്മിൻ്റെ ആ ഒരു പ്രപ്പോസിങ് സീൻ ഭയങ്കര രസമുണ്ടായിരുന്നു. സിജോയ്ക്ക് മിമിക്രി പണിഷ്മെന്റ് ആണ്. ജാസ്മിന് കരഞ്ഞോണ്ട് ലേലു പറഞ്ഞ് ചിരിക്കാൻ വേണ്ടിയുള്ള പണിഷ്മെന്റ് ആണ്. അർജുന് കിട്ടിയത് ജിൻഡോയുടെ അടുത്ത് റൊമാൻറ്റിക് സോങ് പാടാൻ വേണ്ടിയാണ്. അർജുൻ അതും തകർത്ത് വാരി ആൾക്കാരെ ചിരിപ്പിച്ചു. എന്റർടൈനർ ആണ്. കണ്ടസ്റ്റൻസിൽ എല്ലാ ആൾക്കാരുടെയും ഒരു ഗെയിം അവിടെ നടക്കുന്നുണ്ട്. വലിച്ചു നീട്ടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതിനുശേഷം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള എവിക്ഷൻ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇത്തിരി സിമ്പിളായിട്ടുള്ള ഒരു എവിക്ഷൻ നടപടിയാണ്. കാരണം ഒരാളെ പോകുന്നുള്ളൂ. കൂടുതൽ വലിയ പരിപാടികൾ ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നില്ല. ഇന്ന് ഒത്തിരി അധികം മറ്റേ അവലോകന ഗെയിമുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെയിറ്റ് ഏറ്റവും കൂടുതൽ ത്രാസിൽ കിട്ടുന്ന ആൾ ജയിക്കും, വെയിറ്റ് ഇല്ലാത്ത ആൾ പുറത്താവും. അങ്ങനെ ഋഷി സേവ് ആവുന്നുണ്ട്, അതേപോലെ തന്നെ ജാസ്മിൻ സേവ് ആവുന്നുണ്ട്, ശ്രീതു സേവ് ആവുന്നുണ്ട്. ആരും എക്സ്പെക്റ്റ് ചെയ്തില്ല സിജു ഔട്ടാവുകയാണ്. ഒരു ജെനുവിൻ റിയാക്ഷൻ ഒരാൾ എവിക്റ്റ് ആവുന്ന സമയത്ത് കണ്ടത് എനിക്ക് തോന്നുന്നു ഇന്നാണ്. അർജുൻ പൊട്ടിക്കരഞ്ഞു പോയി. അത് എന്തുകൊണ്ടായിരിക്കാം? ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണോ? ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ? അതോ ഗെയിമിൻ്റെ ആ ഒരു സ്ട്രെസ്സിലേക്ക്, ആ ഒരു ഫിനാലയിലേക്ക് വന്ന സമയത്തുള്ള ഒരു ഇതാണോ? അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ചില ഇമോഷൻസ് ഉണ്ടാകും കേട്ടോ. താൻ സിജോയെക്കാളിലും ഒക്കെ കൂടുതലായിട്ട് ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരിക്കും. എന്താണെങ്കിലും സിജോ ആശ്വസിപ്പിക്കുന്നുണ്ട്. സിജോയ്ക്ക് എന്താണ് തെറ്റെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, പുറത്തു പോയിട്ട് അത് കണ്ടുപിടിക്കും. നമ്മൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞിരുന്നല്ലോ, എനിക്ക് തോന്നിയ ഒരു കാര്യം. അങ്ങനെ സിജോയുടെ എവിക്ഷനോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയായിരുന്നു. അപ്പോഴാണ് ലാലേട്ടൻ ഒരു എന്നോട്ട് പറയുന്നത്. ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകളുള്ള ആളുകളായതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. 3ാം മോഡി സർക്കാർ കയറിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ പുള്ളിക്കാരൻ നൈസായിട്ട് അതിനകത്തൂടെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായി. നമ്മളിങ്ങനെ വിമർശനാത്മകമായിട്ട് നോക്കിക്കാണുന്ന രാഷ്ട്രീയ ചിന്താഗതിയുള്ള, വിരുദ്ധ ചിന്താഗതിയുള്ള ആളുകളാണല്ലോ. സിനിമ വേറെ, ആരാധന വേറെ, രാഷ്ട്രീയം വേറെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.